നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ വള്ളംകളി തന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ സൂക്ഷിച്ചു അങ്ങോട്ട് കാലം മാറ്റി കൊടുത്തേ. ഒരാൾ കയറിക്കോട്ടെ. കുഞ്ഞുകുട്ട എവിടെ ഇരുന്നോ? ഞാൻ സ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. സ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിലെ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട. ഞാൻ സ്രാങ്കിന്റെ മുറി കാണും. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ അവിടെ വെച്ച് കാണാം. അല്ലേലും നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ. അന്ന് അങ്കിളിനെ വിളിച്ചോണത്തെ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ് ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്. ചിയേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, ബോട്ടിൽ പോയിട്ട് നീ അത് ഇതാണല്ലേ കൂട്ടുകാരൻ? അതെ. ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്നെന്നും അഭിമാനിക്കാം. വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരാൻ പോകുന്നു. മനസ്സിലായില്ല. ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ. കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരുവിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമിർക്കുക. ഓ ഗോഡ്, ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും. ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്പോർട്സ് കൗൺസിലിനെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ വരട്ടെ, സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാണാം. അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത്? ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ. പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ? നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിൽ നിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. പേപ്പറിൽ വരുമല്ലേ? സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കുക. ഏതിലെ വേണേലും നീന്തിക്കോ, പക്ഷെ ആ വഴി അങ്ങോട്ട് പൊക്കോളണം. തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. അവന്റെ ഒരു എന്താ പ്രശ്നം? ആശാനെ നമുക്ക് പ്രശ്നം പറഞ്ഞു തീർക്കാം.
പോട്ടെ പോട്ടെന്ന് വിചാരിച്ചപ്പോഴേ കളരി പഠിച്ച നമ്മുടെ അടുത്ത് വന്നോടാ. ആരവര്? ആരാന്നോ? എന്റെ അമ്മായിപ്പനും അളിയന്മാരും. നീ കണ്ടതല്ലേ ഇതൊക്കെ? ആരാ കുട്ടി അവര്? എനിക്കറിയില്ല. കുട്ടി ഏതാ? എവിടെയാ വീട്? ഞാൻ പോട്ടെ. കുട്ടി ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കാന്നേ. വേണ്ട, അങ്ങനെ പറയരുത്, ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാലോ. അതെ, കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ. പോവാം. എന്താ മോളെ താമസിച്ചത്? ഇവര് ഏതോ കുറെ ഭയങ്കരന്മാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മൈ ഗോഡ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന്. എങ്ങനെയാ സംഭവം? അക്രമികൾ ഒരു 10-30 പേരുണ്ടായിരുന്നു. അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് 30 പേര് എനിക്കൊരു പ്രശ്നമേ ആയില്ലേ സാർ. അവര് 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, 3 പേരുണ്ടായിരുന്നുള്ളൂ. 27 പേര് ആദ്യം തന്നെ ഓടിപ്പോയില്ലടാ. രാമേന്ദ്ര, അവര് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഏതായാലും എന്റെ മകളെ രക്ഷപ്പെട്ടല്ലോ. അതിന് ഞാൻ നിങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ടിരിക്കുന്നു. ആ, ബൈ ദ ബൈ, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഓ സോറി, ഞാൻ രാമേന്ദ്രൻ, ഇവൻ കുഞ്ഞിക്കുട്ടൻ. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആകെ ഗതികേടില്ല. അല്ലല്ല, അതെ, ഇവൻ സ്വല്പം ഗതികേറില്ല. ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. വില്ലിംഗ്ടൺ റോഡിലാണ് എന്റെ ഓഫീസ്. എന്റെ ഓഫീസ് ഫോൺ നമ്പർ 354522. അത് താഴത്തെ വീട്ടുകാരുടെ? അതെ, താഴത്തെ വീട്ടുകാരെ ഉപയോഗിക്കും. എന്താ ബിസിനസ്? ഞാനിങ്ങനെ ഡൽഹി ടു ബോംബെ, ബോംബെ ടു ഡൽഹി. എന്ത് ഡൽഹി? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അതെ, സാറിന്റെ പേരെന്താ? ഐ എം മാർസി. എന്തായി? അവള് രക്ഷപ്പെട്ടു. ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 25 years ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കുതികാല വെട്ടുകൾ, വർഗീയ കലാപങ്ങൾ, ഇവയ്ക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്റെ പിടുക്കുണ്ട്. ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ നാറി. ഇനിയിപ്പോ ആ സാവികയോട് ഞാൻ എന്തു പറയും? എന്റെ ഈശോയെ, അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവളെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരായിരുന്നു. അവളവന്റെ കണ്ണിലിട്ട് കുത്തി. ഇവന്റെ ഒച്ചയായിട്ട് വണ്ടി നിർത്തിയപ്പം അവൾ ഇറങ്ങി ഓടി. യൂസ്ലെസ് ഫെലോസ്, കയ്യിൽ കിട്ടിയാലുടൻ ബോധം കെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ക്ലോറോഫം കൊണ്ടുവരുന്നില്ലേ? നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ? VCR-ലെ, TV-യിലെ നൂറുകണക്കിന് കൗബോയ് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ? ഒരാക്ഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ബ്ലഡി ഫൂൾസ്, ആരാണ് അവളെ രക്ഷപ്പെടുത്തിയത്? എത്ര പേരുണ്ടായിരുന്നു അവർ? അവര് 2, അതെ, വാനിലാ വന്നത്. 50 പേരുണ്ടായിരുന്നു. അതെ സാർ, അവരുടെ കയ്യില് 4 മെഷീൻ ഗണ്ണുകളും പിന്നെ ഗ്രനേഡ്, പിന്നെ ഇതുപോലൊരു സാധനം. അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത്. തട്ടിയെടുത്തിട്ട് അവരെങ്ങോട്ടാണ് അവളെ കൊണ്ടുപോയതെന്ന് നോക്കാൻ ശ്രമിച്ചില്ലേ? ഉവ്വ സാർ, അവർ നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ? അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും. സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ 1-2 തവണ രക്ഷപ്പെടുത്തും. പിന്നെ തട്ടിക്കൊണ്ടുപോവാൻ ഈസിയാണല്ലോ. ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായോ? അവരിൽ 2 പേരാ ലീഡർമാർ. അവരെ മുമ്പ് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. പേര് ചോദിച്ചില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി സാർ. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ. ഒരാൾ കാതിൽ കടുക്കനിട്ട് കറുത്ത് പൊക്കം കുറഞ്ഞ്. ലീഡർ അയാളെ അയക്കണം. ആക്ഷൻ അയാൾ അധികം പങ്കെടുത്തില്ല. കാതിൽ കടുക്കൻ, കറുത്ത നിറം, റെഡിനെസ് ഉള്ളവരുമാണോ? സാധ്യതയുണ്ട്. മറ്റവൻ മംഗോളിയനാണെന്ന് തോന്നുന്നു. ഓഹോ, ശക്തന്മാരാണ് എതിരാളികൾ. ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാൽ എന്താ സാർ? ഒരു ഇന്റർനാഷണൽ ഗാങ്ങുമായിട്ട് നമ്മൾ നോ, പിന്മാറുക. റാംബോ ചാക്കോച്ചിന് പരിചയമുള്ള വാക്കല്ല. ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം. 24 മണിക്കൂറിനകം ആ റെഡ് ഇന്ത്യൻ ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം.